ഹായ് ഓൾ, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്നൊരു ടീച്ചിങ് റിലേറ്റഡ് കണ്ടന്റ് അല്ല കേട്ടോ. ഇപ്പം വാഴ 2 ഇറങ്ങിയ സമയത്ത് എല്ലാവരും അവരുടെ പഠിച്ച സമയത്തുള്ള ബിറ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആസ് എ ടീച്ചർ എനിക്കിപ്പം അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ലൈക്ക് ഞാനൊരു 5th പഠിക്കുന്ന സമയം ഞാൻ പഠിക്കുന്ന ഒരു കോൺവെന്റ് സ്കൂളിലാണ്. അപ്പം തന്നെ ഊഹിക്കാലോ എങ്ങനെയായിരിക്കും ചുറ്റുപാട് ഇതൊക്കെ. അപ്പം അന്ന് ഇങ്ക് പെൻ വെച്ച് എഴുതുന്നത് ഞാൻ വളരെ ചെറിയ ക്ലാസ്സിലാണ്, 4th ഗ്രേഡ് ഓർ അല്ലെങ്കിൽ 5th ആ സമയത്താണ്. അപ്പം ഇങ്ക് പെന്ന് എപ്പോഴും താഴെ വീഴും, എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ് എല്ലാ കുട്ടികളുടെ ഇടയിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരു ദിവസം എൻ്റെ ഒരു സയൻസ് സാറ്, പുള്ളി ആളിച്ചിരി പെശകാണ്, പുള്ളി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇങ്ക് പെന്ന് ഇതേപോലെ താഴെ വീണ പേന വെച്ചിട്ട് എന്നെ എഴുതാൻ ശ്രമിച്ചു. അതിനകത്തുനിന്ന് വലിയ 2 ഡ്രോപ്പ് ഓഫ് ഇങ്ക് എൻ്റെ ബുക്കിലായിട്ടോ. ഇത് കണ്ടുകൊണ്ട് വന്ന പുള്ളി ചൂരലിൻ്റെ കാര്യത്തിൽ പുള്ളി ഫേമസ് ആണ്. പുള്ളി എവിടെ നിന്നോ വരുത്തിക്കുന്ന ചൂരലാന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ ചൂരൽ വെച്ച് 2 അടി നല്ലിങ്ങനെ വീശി അടിക്കാന്ന് പറയത്തില്ല, ഈ നടന്നു വരുന്ന വഴിക്ക് അങ്ങനെ എനിക്കിട്ട് തന്നു. വേദന എടുത്ത് കണ്ണുകൂടി പുന്നീച്ച പാറന്നൊക്കെ പറയില്ല, ആ അവസ്ഥയെ. എന്നിട്ടും കരഞ്ഞുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ വേറെ പേനെടുത്ത് എഴുതിക്കോ മോളെ, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് എഴുതിയിട്ട് മാറ്റി പിന്നെ എഴുതിയാൽ മതി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് ഇങ്ങനെയൊക്കെയാണ് പറയുക. അവർക്കിപ്പോൾ പേനയില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പേനെടുത്ത് കൊടുക്കും. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഇത് പറഞ്ഞു. കരഞ്ഞിട്ട് എനിക്ക് എഴുതാനൊന്നും പറ്റുന്നില്ല. എന്താ ഞാനത് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. പെൻസിൽ വെച്ചാണ് എഴുതിയത് അതോ ആരോ തന്നോ എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമായി ഓർമ്മയില്ല കേട്ടോ. പിന്നെ പുള്ളി ഒരു റൗണ്ട് അടിച്ച് വന്നപ്പോൾ പുള്ളിക്കാനൊരു ഇതായി, ആവശ്യമില്ലാതെ തല്ലിയതാണല്ലോ, ആ കുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ തല്ലിയതാണല്ലോ എന്ന് പുള്ളിക്കന്നെ തോന്നിയിട്ടാന്ന് തോന്നുന്നു. പുള്ളി വെച്ച് വേദന എടുത്തോന്ന്. വേദന എടുത്തെങ്കിലും അന്ന് നമ്മൾ എടുത്തില്ല എന്നേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല സാറേ വേദന എടുത്തില്ല എന്ന്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പാരൻസിൻ്റെ എന്തോ സ്പോർട്സ് കണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ വരും. അപ്പം ഈ അച്ഛൻ വരുമ്പം എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് വലുതാക്കി പറഞ്ഞു കൊടുക്കും. പുള്ളിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. വീട്ടിലൊക്കെ വന്നിട്ട് നമ്മുടെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അന്നത്തെ രാത്രി ഞാൻ ടെൻഷൻ അടിച്ച് കിടന്ന് ഉറങ്ങാതിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ അച്ഛനോട് പുള്ളി ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ തന്നെ വഴക്ക് പറയത്തില്ലേ, അതാലോചിച്ചിട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നെക്സ്റ്റ് ഡേ പുള്ളീനെ കണ്ടില്ല. അച്ഛൻ സ്കൂളിൽ പോയപ്പോൾ എന്തോ കണ്ടില്ല പുള്ളീനെ. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഇപ്പോഴും എനിക്ക് പേന എടുത്തിട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ക് പെന്നൊക്കെ ഇങ്ങനെ കാണുമ്പം അത് ഒരു ഡ്രോപ്പായിട്ട് എവിടെയെങ്കിലും കിടക്കുന്നതാണ് എനിക്ക് ഈ ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വരും. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ.